സെക്രട്ടേറിയറ്റ്, കേരള PSC, കേരള സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ് എന്നിവിടങ്ങളിലൊക്കെ അസിസ്റ്റൻ്റ് ആകാനും മറ്റു പല യൂണിഫോം പോസ്റ്റുകളിലേക്കും വാതിൽ തുറക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് വന്നെത്തിയിരിക്കുകയാണ്. PSC ഡേറ്റ് പുറത്തുവിട്ടത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. 2 ഷിഫ്റ്റുകളിലായിട്ടാണ് എക്സാം നടക്കാൻ പോകുന്നത്. മെയ് 24-നും ജൂൺ 28-നും 3 ലക്ഷത്തോളം പേരാണ് പരീക്ഷ എഴുതുന്നത്. അതിൽ ഒരു 30,000 പേരോളം മെയിൻസിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നതാണ്. ഈ 30,000 പേരിൽ നിങ്ങൾ എത്തുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷനുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ പല കോച്ചിങ് ക്ലാസ്സുകാരുടെയും കോഴ്സൊക്കെ എടുത്തിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോഴും ഷുവറായിരിക്കില്ല. എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഈ 30,000-ൻ്റെ ഉള്ളിൽ എത്തിച്ചേരാൻ പറ്റുമോ, എൻ്റെ പ്രിപ്പറേഷൻ നല്ലൊരു സ്റ്റേറ്റിലെത്തിയോ? ഈ ടെൻഷനൊക്കെ നിലനിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഉറപ്പാക്കാനായിട്ട് കുറച്ച് മോട്ടിവേഷൻ്റെയും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഒരു സ്ട്രാറ്റജിയുടെയും ആവശ്യകതയുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ കോച്ചിങ് ക്ലാസ്സിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, നിങ്ങൾക്കതൊന്നും അഫോർഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് PYQ വേണമെങ്കിൽ, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കോഴ്സ് മെറ്റീരിയൽസ് വേണമെങ്കിൽ അതൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ആക്സസ് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം ചാനലിൽ പോയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനായിട്ട് സ്പെഷ്യലായിട്ട് ഒരു ആസ്പിരൻറ്റ് കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. അതിന് നല്ല രീതിയിൽ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ എലവേറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് PYQs അവൈലബിൾ ആണ്, നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ബുക്സ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് അതൊക്കെ ആക്സസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ സെലക്റ്റഡ് ആകുന്നു എന്ന് ഉറപ്പ് വരുത്താമെന്നാണ്. നമുക്ക് നോക്കുമ്പോൾ ഒരു 60 days ഒക്കെ എക്സാമിനുണ്ട്. പക്ഷേ 60 daysൻ്റെ ആ ഒരു അവസാന ദിവസങ്ങളിലേക്ക് നമുക്ക് എക്സാം വിജയിക്കുമോ എന്നുള്ള കാര്യം അൺഷ്യൂറായിട്ട് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു 30 days സ്ട്രാറ്റജിയാണ് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ കൊല്ലം ഡിഗ്രി ലെവൽ പ്രിലിംസ് നടന്ന സമയത്ത് ചെയ്തൊരു വീഡിയോ ആണ്. ആ വീഡിയോ വഴി കുറേയധികം പേർക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കുറേയധികം പേര് പേഴ്സണലി എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോ, ഈ ഒരു സ്ട്രാറ്റജി അവരെ ആ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് ഷുവർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു എന്നുള്ള കാര്യം. നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ചെന്ന് നോക്കുവാണെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ പോളിട്ട സമയത്ത് കുറേയധികം പേര് ക്ലിയർ ചെയ്തതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. അന്ന് ഈ ഒരു ചാനൽ അത്രത്തോളം പേരിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കുറേ പേരിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കുറേ പേര് ഇതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്യപ്പെട്ടെന്ന് വരണമെന്നില്ല. അതുകൊണ്ടാണ് ഇത് റീപോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കഴിഞ്ഞ വട്ടം ക്ലിയർ ചെയ്തവരെ പോലെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കി എടുക്കുക. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് ഇതിലത്തെ കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് യൂസ്ഫുൾ ആക്കി എടുക്കുമ്പോഴാണ് ഈ വീഡിയോ ശരിക്കും അതിൻ്റെ അർത്ഥം നേടുന്നത്. അല്ലാതെ കുറേയധികം വ്യൂസ് നേടിയാലോ കുറേയധികം ലൈക്സ് നേടിയാലോ അതിൻ്റെ അർത്ഥം നേടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ പ്രോപ്പറായിട്ട് കാണുക. നിങ്ങളെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് എവിടെയൊക്കെ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, അടിപൊളിയായിട്ട് പഠിക്കുക, റാങ്ക് അടിക്കുക. നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ പല സ്റ്റേജിലുള്ളവരായിരിക്കും. ചിലർ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉണ്ടാവുള്ളൂ, ചിലർ കുറച്ച് പോർഷൻസ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ചിലർ കുറേയധികം കാര്യങ്ങൾ കവർ ചെയ്ത് ഓൾറെഡി റിവിഷൻ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ ഏത് സ്റ്റേജിലുള്ളവരാണെങ്കിലും നിങ്ങൾ ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം ക്ലിയർ ചെയ്യും എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നിങ്ങളുടെ 30 days സ്ട്രാറ്റജിയിൽ ഉൾപ്പെടുത്തേണ്ട 5 കാര്യങ്ങൾ. ആ 5 കാര്യങ്ങൾ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിലും ഒരു ഹോം മേക്കർ ആണെങ്കിൽ പോലും എങ്ങനെ നിങ്ങളുടെ ഡേ ടു ഡേ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താം എന്നുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. പ്രെപ്പ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് MEM, അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. നിങ്ങൾ ഈ ഒരു ഡിഗ്രി പ്രിലിംസ് എന്ന ഒരു പരീക്ഷയെ നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പരീക്ഷ വെറും ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ മാത്രമാണ്. നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ മെയിൻസ് എഴുതാനുള്ള യോഗ്യതയുണ്ടോ എന്ന് മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. ഇവിടെ കട്ട് ഓഫ് എത്രയാണ് വരാറ്? ഒരു 50ൻ്റെ അടുത്താണ് വരാറ്. SI പോലുള്ള പോസ്റ്റുകളിലോട്ട് 50-ന് താഴെയും വരാറുണ്ട്. LSD ഒക്കെ ആകുമ്പോൾ 60ൻ്റെ അടുത്തോട്ട് എത്തും. അപ്പോൾ അത്രമാത്രം മാർക്ക് നിങ്ങൾ നേടിയാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാൻ
യോഗ്യതയുണ്ടെന്ന് മാത്രമേ നിങ്ങൾ ഈ ഒരു മാസം കൊണ്ട് തെളിയിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഹൈ മാർക്ക് നേടി ഇവിടെ റാങ്ക് നേടാനൊന്നുമില്ല. ഈ ഒരു 50 മാർക്ക് നേടാനുള്ള വഴി ഒരു മിനിമം ക്വാളിറ്റിയുള്ള ഒരു കാൻഡിഡേറ്റിന് എന്തായാലും കിട്ടും. അതെങ്ങനെയാണെന്ന് PSC തന്നെ ഇതിലത്തെ പല ടോപ്പിക്സിലൂടെയും പറയുന്നുണ്ട്. അങ്ങനെ ഒരു ടോപ്പിക്കാണ് നിങ്ങൾക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ സിലബസിനെ കുറിച്ച് ഞാൻ മുൻപ് എങ്ങനെ കോച്ചിങ് ഇല്ലാതെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്ലിയർ ചെയ്യാം എന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാത്സ് നിങ്ങൾ ചോദ്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര ടഫൊന്നുമല്ല. നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് കവർ ചെയ്യാവുന്ന, ഒരു മാസം കൊണ്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സെറ്റാക്കി വയ്ക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ മാത്സിൽ ചോദിക്കുന്നുള്ളൂ. ഇംഗ്ലീഷിൽ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ട് കാര്യങ്ങൾ പറയാനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ടെൻസസ് പോലെ പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള, നിങ്ങൾക്കൊരു 10th ലെവലിൽ നിങ്ങളൊരു 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ മാത്രം. പിന്നെ മലയാളത്തിൽ ഇപ്പോൾ മലയാളമായിട്ട് വലിയ കണക്ഷൻ ഇല്ലാത്തവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെങ്കിലും അത്യാവശ്യം നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് മാർക്ക് നേടാൻ കഴിയും. ഇതിനായിട്ട് നിങ്ങൾ അധികം സമയമൊന്നും ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു 2-3 മണിക്കൂറുള്ളത് നിങ്ങൾ ആദ്യത്തെ 2 ആഴ്ചകളിലെങ്കിലും ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഹോം മേക്കർ ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 2-3 മണിക്കൂർ ഈ ഒരു മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഭാഗത്തിനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 45 മാർക്കെങ്കിലും, ഒരു 40 to 45, 40 to 45 മാർക്സെങ്കിലും, ഞാനിവിടെ നിങ്ങളോട് പറയുന്നത് ഫുൾ മാർക്ക് നേടണം എന്നല്ല, വെറും 40 to 45 മാർക്സ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഇതിനായിട്ട് നിങ്ങൾ സിലബസിലും ആ ഒരു പഠിക്കേണ്ട കാര്യത്തിലും മാത്രം നോക്കിയിരിക്കുകയല്ല, അതിൻ്റെ കൂടെ തന്നെ ഇതുവരെയുള്ള പരീക്ഷകളുടെ PYQ പ്രാക്ടീസിനെ കുറിച്ച് ഞാൻ പറയും. ഈ ഒരു മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിലും നിങ്ങൾ കൂടുതലും പ്രാക്ടീസ് വഴിയാണ് നിങ്ങളുടെ ആ ഒരു മാർക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് തിയറി പഠിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാവാൻ പോണില്ല. പലരും പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പറയാറുള്ളത് അവർക്ക് തെറ്റിപ്പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ നിങ്ങളെ തന്നെ പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് കാണേണ്ടത്. അത് നമ്മൾ അടുത്ത സ്റ്റേജിൽ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ 40 to 45 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഈ 50 മാർക്ക് 50 to 60 എന്ന് നമുക്ക് പറയാം, ആ ഒരു റേഞ്ചിൻ്റെ മാർക്കിൻ്റെ വളരെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് വെറും ഒരു എലമെൻ്ററി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. നിങ്ങളിവിടെ ആകെ തെളിയിക്കുന്നത് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെന്ന് മാത്രമാണ്. ആ ഒരു കൺസിഡറേഷൻ വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ വലിയ കാര്യമൊന്നുമല്ല എഴുതാൻ പോണേ. ഇറ്റ്സ് ജസ്റ്റ് എ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം. ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്താൽ മെയിൻസിലാണ് യഥാർത്ഥ കോമ്പറ്റീഷൻ. നിങ്ങൾ വെറുതെ നെഗറ്റീവ് ഒന്നും വാങ്ങിക്കാതെ അത്യാവശ്യം സ്മൂത്തായിട്ട് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾ വെക്കണം. ആ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങളിതിലെ ഏത് സ്റ്റേജും കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആദ്യം തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നിങ്ങൾ അടിപൊളിയായിട്ട് കവർ ചെയ്യുക. മാത്സിന് റിവിഷന് വേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു കോമ്പിലേഷൻ വീഡിയോൻ്റെ ലിങ്കൊക്കെ ഞാൻ ഓൾറെഡി ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷിനും മലയാളത്തിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസും ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം PYQs കവർ ചെയ്യുക എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാലും അവരൊക്കെ പറയുന്നൊരു കാര്യമാണ് 8 ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ് നടന്നിട്ടുള്ളത്. ആ 8 ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ തന്നെ, പ്രിപ്പറേഷൻ്റെ ഒരു പോയിന്റ്, നിങ്ങൾ ഈ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് സ്ട്രോങ് ആക്കി കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 1 വീക്കിനുള്ളിലോ ഒരു 10 ഡേയ്സിനുള്ളിലോ നിങ്ങൾ PYQs മോക്ക് ടെസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. ബിഗിനേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു PYQs മോക്ക് ടെസ്റ്റ് വഴി പ്രിപ്പയർ ചെയ്യുമ്പോൾ പലരും പറയാറുള്ള കാര്യം അവർക്ക് കുറേ അധികം തെറ്റ് പറ്റുന്നു, അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവിടെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മോക്ക് ടെസ്റ്റിൽ തെറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ്. എന്തുകൊണ്ടാണ്? കാരണം നിങ്ങളുടെ പ്രിപ്പറേഷനിലെ പിഴവുകൾ അവിടെ മനസ്സിലാവും. നിങ്ങൾ ആ ഒരു തെറ്റ് പറ്റുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെ എനിക്ക് തെറ്റ് പറ്റി, എൻ്റെ അപ്രോച്ച് തെറ്റായിരുന്നു, ഞാൻ ക്വസ്റ്റ്യൻ നോക്കിയത് തെറ്റായ രീതിയിലാണോ, ഞാൻ ഫോക്കസ് ചെയ്യേണ്ട സ്ഥലങ്ങളിലല്ലേ ആ ചോദ്യത്തെക്കുറിച്ച് നോക്കിയത്, ഞാൻ നോക്കിക്കൊണ്ടിരുന്ന സോഴ്സസ് തെറ്റാണോ, ഞാൻ പഠിക്കേണ്ട ശരിക്കുള്ള ബുക്കിൽ നിന്നല്ലേ പഠിച്ചത്.
അവിടെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ? അതോ ഞാൻ കേട്ട ക്ലാസ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ചില ചോദ്യങ്ങളിൽ പലരും പറയാറുണ്ട് ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ പറയുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവർ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തിട്ടുള്ള കാര്യങ്ങളിൽ ചെറിയ വശപ്പിശകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം തെറ്റുമ്പോൾ നിങ്ങൾ ആക്ച്വലി വിഷമിക്കല്ല വേണ്ടത്, നിങ്ങൾ ഹാപ്പി ആയിരിക്കണം. കാരണം നിങ്ങൾക്ക് സോഴ്സിൽ മിസ്റ്റേക്ക് ഉള്ളത്, അപ്രോച്ചിൽ മിസ്റ്റേക്ക് ഉള്ളത്, അതുപോലെ തന്നെ സ്റ്റഡി മെത്തേഡിൽ മിസ്റ്റേക്ക് ഉള്ളത് ആ ഒരു ചോദ്യം കാണിച്ചു തന്നിരിക്കുകയാണ്. ആ ഒരു ചോദ്യത്തിൽ കൂടെ അത് മനസ്സിലാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഫൈനൽ എക്സാമിൽ ഇതേ ചോദ്യം വന്നാൽ ഒരിക്കലും തെറ്റ് പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങളെ കൂടുതൽ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ തെറ്റുകൾ. നിങ്ങൾക്ക് തെറ്റുകളിൽ നിന്നാണ് പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി തരാണ് മോക്ക് ടെസ്റ്റുകളിലെ മിസ്റ്റേക്സ്. അപ്പോൾ മോക്ക് ടെസ്റ്റുകളിൽ തെറ്റ് വരുത്തുമ്പോൾ അയ്യോ ഇപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, എൻ്റെ തെറ്റ് മാത്രമല്ലേ വരുന്നുള്ളൂ എന്ന് വിചാരിച്ച് മാറി നിൽക്കല്ല, കൂടുതൽ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ കൂടുതൽ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ചെന്ന് തെറ്റ് വരുത്താനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. അല്ലാതെ നിങ്ങൾ വെറുതെ മോക്ക് ടെസ്റ്റിലെല്ലാം കറക്റ്റ് ആക്കിക്കൊണ്ടിരുന്നു ഓക്കെ ഞാൻ ഭയങ്കര അടിപൊളിയാണ്, അല്ലെങ്കിൽ തെറ്റ് പറ്റിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വെറുതെയാണ് മോക്ക് ടെസ്റ്റ് എഴുതുന്നത്. ഈ ഒരു അനാലിസിസ്, ഈ ഒരു എക്സാം എഴുതുമ്പോൾ ഒരു അനാലിസിസ് ഉണ്ടല്ലോ, നിങ്ങളുടെ മിസ്റ്റേക്സ് എവിടെയാണ്, നിങ്ങളുടെ പ്ലസ് പോയിന്റ്സ് എവിടെയാണ്, അത് മാത്രമേ നിങ്ങൾ വിജയത്തിലോട്ട് എത്തിക്കുള്ളൂ. അല്ലാതെ PYക്ക് നോക്കാൻ ഏത് ബോധമില്ലാത്ത വ്യക്തിക്കും പറ്റും. വെറുതെ ഒരു ചോദ്യം എടുത്ത് നോക്കിയിട്ട് ഓക്കെ ഇതാണല്ലേ ചോദ്യം, അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്, അതിലത്തെ ഉത്തരം എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ ഏതൊരു വ്യക്തിക്കും പറ്റും. പക്ഷെ അവിടുത്തെ ഈ അനാലിസിസിലാണ് നിങ്ങളൊരു റാങ്ക് ഹോൾഡർ ആവുമോ ഇല്ലയോ എന്ന് നിങ്ങളെ തന്നെ വിലയിരുത്താൻ നിങ്ങൾക്ക് കിട്ടുന്നൊരു അവസരം. നിങ്ങൾ ആ ഒരു അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു ആസ്പിരൻറ്റിനേക്കാളും ഒരു മുഴം മുകളിൽ നിൽക്കും. നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ കണ്ടിട്ടുണ്ടാവും മെയിൻസിന് ഒരു 37,000 അല്ലെങ്കിൽ ഇപ്പോൾ കട്ട് ഓഫ് കൂടിയാലും വേക്കൻസി കുറവുള്ള പരീക്ഷയാണെങ്കിലും 20,000 പേരൊക്കെയാണ് സെലക്റ്റഡ് ആവുന്നത്. ആ 20,000 പേരിൽ തന്നെ ഏറ്റവും മുകളിൽ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയും. കാരണം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു അവബോധമുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര ചോദ്യങ്ങൾ, എത്ര ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കവർ ചെയ്യുന്നു എന്നുള്ളതിലല്ല, നിങ്ങൾ ഓരോ ചോദ്യങ്ങളും കവർ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് അനാലിസിസ് നടത്തുന്നില്ലേ എന്നുള്ളതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. പിന്നെ ഈ ഒരു 8 പ്രിലിംസ് പേപ്പർ നിങ്ങൾക്ക് കൂളായിട്ട് ഒരു 3-4 വട്ടം പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും, നിങ്ങൾ പോലും അറിയാതെ. കാരണം ആദ്യത്തെ വട്ടം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യും, രണ്ടാമത്തെ വട്ടം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞിട്ടുണ്ടാവും, മൂന്നാമത്തെ വട്ടം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ തെറ്റുകൾ കുറയും. കാരണം ഒരേ കാര്യം നിങ്ങൾ ആ ഒരു അനാലിസിസ് ഒക്കെ ചെയ്ത് നിങ്ങൾ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഓൾമോസ്റ്റ് മനപ്പാടായിട്ടുണ്ടാവും. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും നിങ്ങൾ അവിടെയും ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോയാലും നിങ്ങൾക്ക് ചോദ്യകർത്താവിൻ്റെ അപ്രോച്ച് എന്താണെന്ന് മനസ്സിലാവും, എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാവും. നിങ്ങൾക്കിപ്പോൾ ആദ്യമൊക്കെ PSC ആസ്പിരൻസിന് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മാർക്കൊക്കെ കുറവായിരുന്നു. പക്ഷേ ആസ്പിരൻസിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോൾ മാർക്ക് കൂടുന്നില്ലേ? എന്തുകൊണ്ടാണ്? അവർ ഈ ചോദ്യങ്ങൾ കണ്ട് പരിശീലിച്ച് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വെറുതെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, ഈ ചോദ്യങ്ങൾ കൂടുതലായി കണ്ട് പരിശീലിച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സാം പാറ്റേണിനോട് വളരെയധികം കണ്ടീഷൻഡ് ആവാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊരു സ്ഥലം വരെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് വഴി കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ 2ാം വട്ടം പോകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാവും, 3ാം വട്ടം 4ാം വട്ടം അങ്ങനെ പതിയെ നിങ്ങൾ ആ ഒരു വഴി വളരെയധികം നിങ്ങളുടെ മനസ്സിൽ അധിഷ്ഠിതമായിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ ഒരു ചോദ്യം നിങ്ങൾ വളരെയധികം വട്ടം ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, നാളെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലോട്ട് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സ് കണ്ടീഷൻഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചോദ്യങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട്. തെറ്റിയാലും ഒരിക്കലും വിട്ടുകൊടുക്കരുത്, വീണ്ടും ചോദ്യങ്ങൾ ചെയ്യണം, തെറ്റിൽ നിന്ന് പഠിക്കണം. അവിടെയാണ് നിങ്ങളുടെ ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ വരുന്നത്, നിങ്ങളെ റാങ്ക് ഹോൾഡർ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 8 പ്രിലിംസ് പേപ്പറുകൾക്ക് എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ മെയിൻസ് പേപ്പറുകളിൽ ഓവർലാപ്പിംഗ് വരുന്ന ഭാഗങ്ങളും നോക്കാൻ ശ്രമിക്കുക. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ലെവലാണ്. ഓരോന്നും കവർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ടാർജറ്റ് ഇട്ട് വെക്കുക. ആ ടാർജറ്റിൽ നിങ്ങൾ സ്ട്രൈക്ക് ഓഫ് ചെയ്യുക. 8 പ്രിലിംസ് പേപ്പർ ഞാൻ കവർ ചെയ്തു, മെയിൻസ് പേപ്പറുകളിലെ ഇത്രയും പേപ്പറുകൾ ഞാൻ കവർ ചെയ്തു. അത് നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം ബൂസ്റ്റ് ചെയ്യും. നിങ്ങളിപ്പോൾ ഒരു വർക്കിംഗ് പ്രൊഫഷണലാണ്, ഹോം മേക്കറാണ്, ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യും, എനിക്ക് അതിനുള്ള സമയമില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കൊരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിലൊക്കെ
ആപ്പുകൾ വഴി ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽസിലും ക്യുസ് മോഡലൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒഴിവ് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ആ ചോദ്യങ്ങൾ ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് പോയാൽ മതി. ഒരു 20-40 ചോദ്യങ്ങൾ, അതിൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ലഭിക്കുന്ന ഉറക്കമൊഴിച്ചുള്ള 16 മണിക്കൂറിൽ ഒരു 5-10 മിനിറ്റ് വീതം എല്ലാ മണിക്കൂറിലും നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ആ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാക്കി മാറ്റിയാൽ മാത്രം മതി. പിന്നെ നിങ്ങൾ ആ ഒരു ഡേയുടെ എൻഡ് ആകുമ്പോൾ നിങ്ങൾ ആ അറ്റംപ്റ്റ് ചെയ്ത ചോദ്യങ്ങൾ വെറുതെ കിടക്കാൻ നേരത്തോ അതിന് മുന്നോ ഒന്ന് എടുത്ത് നോക്കുക. എന്നിട്ട് എടുത്ത് നോക്കിയിട്ട് എവിടെയൊക്കെയാണ് തെറ്റ് പറ്റിയത്, അങ്ങനെ ഒരു അനാലിസിസ് നടത്താം. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഡെയിലി അനാലിസിസ് നടത്താൻ പറ്റുകയാണെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോഴോ വീക്ക്ലിയോ അങ്ങനെയെങ്കിലും അനാലിസിസ് നടത്താം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡേ ടു ഡേ ഷെഡ്യൂളിൻ്റെ ഭാഗമാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജിയാണ് ഈ PYQ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ആ പ്രാക്ടീസ് വഴി നിങ്ങൾ വളരെയധികം കണ്ടീഷൻഡായി മാറും. നിങ്ങൾ അതുവഴി കണ്ടീഷൻഡ് ആവുന്നുണ്ടെങ്കിൽ കുറേ അധികം ആസ്പിരൻസിനേക്കാളും വളരെ മുന്നിലാവാൻ നിങ്ങൾക്ക് പറ്റും. കാരണം കുറേ പേര് ഈ ഒരു പരീക്ഷയെ കണ്ട് പേടിച്ചിട്ട് മാറി നിൽക്കും, ചോദ്യങ്ങളിലോട്ട് പോലും ഇറങ്ങില്ല. ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, ഞാൻ പിന്നെ എങ്ങനെ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യും. പിന്നെ എസ്പെഷ്യലി ഈ MEMലും ഈ ചോദ്യങ്ങളെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ വെറുതെ തിയറി പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാലും പ്രോപ്പറായിട്ട് ആൻസർ കൊടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ, തിയറിയുടെ കൂടെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരങ്ങൾ കൊടുക്കാൻ പറ്റും. അടുത്ത ഒരു രീതി റിവിഷൻ ആൻഡ് SWOT എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ റിവിഷൻ, നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ചിലർ വെറുതെ കുറേ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പഠിച്ചു പോവും. അപ്പോൾ എന്നോട് സംസാരിച്ചിട്ടുള്ളവരിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, ചിലർ റിവിഷൻ ചെയ്യാൻ പേടിയാണ്. റിവിഷൻ ചെയ്തതുകൊണ്ട് സിലബസ് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? പക്ഷേ റിവിഷൻ ചെയ്തില്ലെങ്കിൽ, ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, അതുവഴി എങ്ങനെ നമ്മളെ ലോങ് ടേം മെമ്മറിയിലോട്ട് അത് നമ്മളുടെ ഉള്ളിൽ അധിഷ്ഠിതമായി മാറും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സിലബസ് തീർക്കാനുള്ള ആ ഒരു തത്രപ്പാടിൽ റിവിഷൻ ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ഒരു 2-3 ടോപ്പിക് ആണെങ്കിൽ പോലും അതിന് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യണം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ 40-45 മാർക്ക് നിങ്ങൾക്ക് MEMൽ നിന്ന് കിട്ടും. പിന്നെ SI പോലുള്ള പോസ്റ്റുകളിലോട്ട് ഒരു 5-10 മാർക്കിൻ്റെ അടുത്ത് കിട്ടിയാൽ തന്നെ നിങ്ങൾ ക്ലിയർ ആവും. 50-ൽ താഴെയൊക്കെയാണ് പലപ്പോഴും ഈ SI പോലുള്ള പോസ്റ്റുകളിലോട്ട് കട്ട് ഓഫ് വരാറുള്ളത്. പിന്നെ മറ്റു കാര്യങ്ങളിലോട്ടാണെങ്കിലും 55-60 ആ ഒരു റേഞ്ചിൽ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുമാത്രം പോരെ, 40-45 മാർക്ക് നിങ്ങൾക്ക് MEMൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു 2-3 ടോപ്പിക്ക് 5 മാർക്ക് വീതമുള്ള നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു 3 ടോപ്പിക്ക് കവർ ചെയ്താൽ 15 മാർക്ക് കിട്ടി. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ ഓൾമോസ്റ്റ് 60-55 ആ റേഞ്ച് വന്നു. നിങ്ങളെ നെഗറ്റീവുകൾ കുറച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് അവിടെ തന്നെ ഉറപ്പിക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കാം. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഇത് എൻഷുർ ചെയ്യുക. MEMഉം ഒരു 3 സബ്ജക്റ്റും എൻഷുർ ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു 55 കടക്കാൻ പറ്റുമെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കി സബ്ജക്റ്റിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഇതിനായിട്ട് നിങ്ങൾക്കിപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സീരീസ് നമ്മളെ ചാനലിലുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അടിപൊളിയായിട്ട് ഇന്ത്യൻ പൊളിറ്റി ബൈ M. ലക്ഷ്മികാന്ത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അത് മാത്രം നോക്കിയാൽ മതി, അവിടെ നിങ്ങൾക്കൊരു 5 മാർക്ക് കിട്ടി. പിന്നെ നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റുകൾക്കായിട്ടും നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്ട്സിന് കുറച്ച് മാർക്ക് മാത്രം വാങ്ങിച്ചാൽ മതി. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 65 റേഞ്ചിലോട്ടൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ വളരെ എളുപ്പത്തിൽ പറ്റും. നിങ്ങൾ ആ ഭാഗങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ടൈം നിങ്ങൾ ഡെയിലി അതിനായിട്ട് അലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ നെഗറ്റീവ്സ് കൂടുതലായിട്ട് വരുന്നില്ല എന്ന് മാത്രം ഉറപ്പ് വരുത്തിയാൽ മതി. അപ്പോൾ റിവിഷൻ ചെയ്യുക. നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ, കുറവായിക്കോട്ടെ, നിങ്ങൾ ഈ സിലബസ് മൊത്തം തീർത്തിട്ട് ഡിഗ്രി മെയിൻസിന് നിങ്ങൾക്ക് റാങ്കിൽ വ്യത്യാസം വരാം. കാരണം മാർക്ക് കൂടുന്തോറും റാങ്കിൽ വ്യത്യാസം വരും. പക്ഷേ ഡിഗ്രി പ്രിലിംസിന് അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും വരാൻ പോണില്ല. ദിസ് ഈസ് ജസ്റ്റ് എ ക്വാളിഫയിങ് എക്സാമിനേഷൻ. യു നീഡ് ജസ്റ്റ് ദി ക്വാളിഫയിങ് മാർക്സ്. കട്ട് ഓഫ് മാത്രം കടന്നാൽ മതി, വേറെ ഒന്നും വേണ്ട പ്രിലിംസിന്. അപ്പോൾ സേഫ് ആവാം. നിങ്ങൾക്ക് സേഫായിട്ട് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിന് വേണ്ട ഭാഗങ്ങൾ കൂടുതൽ നോക്കുക. ഒരു 10 മാർക്ക് നിങ്ങൾ ബഫറായിട്ട് വെക്കുക. ഇപ്പം 55 ആയിരിക്കും കട്ട് ഓഫ് എന്നൊക്കെ ഒരു ചിന്തയൊക്കെ വരികയാണെങ്കിൽ, ഇപ്പം യൂഷ്വലി കുറച്ച് കട്ട് ഓഫ് കൂടുന്നുണ്ടല്ലോ, അപ്പം 55 ആയിരിക്കും എന്ന് നിങ്ങൾക്കുള്ളിലൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങളൊരു 65 കവർ ചെയ്ത് വെക്കുക. നെഗറ്റീവ്സ് മാക്സിമം കുറയ്ക്കുക. എലിമിനേഷൻ സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് എങ്ങനെ ഉപയോഗിച്ച് നെഗറ്റീവ്സ് കുറച്ച് നിങ്ങളുടെ മാർക്ക് കൂട്ടാമെന്നുള്ളതിനെ കുറിച്ചും ഒരു വീഡിയോ ഈ ചാനലിൽ തന്നെയുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ
ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ SWOT അനാലിസിസ് എല്ലാവരും പ്രത്യേകിച്ച് UPSC ആസ്പിറൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എവിടെയൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്സിലാണ് നിങ്ങളുടെ സ്ട്രെങ്ത്, എവിടെയൊക്കെയാണ് നിങ്ങളുടെ വീക്ക്നെസ്. നിങ്ങൾ ചോദ്യം ആ ഒരു എക്സാം ഹാളിൽ പോയിട്ട് ചോദ്യങ്ങൾ അപ്പയർ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. നിങ്ങളുടെ സ്ട്രെങ്ത്തുകൾ ആദ്യം നിങ്ങൾ ആൻസർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾ ആദ്യം തന്നെ വീക്ക്നെസ്സിലോട്ട് പോയാലോ നിങ്ങളുടെ കോൺഫിഡൻസ് അങ്ങേയറ്റം താഴത്തോട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രെങ്ത്, വീക്ക്നെസ്, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് എവിടെയൊക്കെ അവസരം മുതലെടുത്താലാണ് നിങ്ങൾക്ക് മാർക്ക് കൂട്ടാൻ പറ്റുക. ഈ എലിമിനേഷൻ സ്ട്രാറ്റജിയൊക്കെ ഉപയോഗിച്ച് നിങ്ങളെ ത്രെറ്റ് എവിടെ എന്ത് ചെയ്താലും തെറ്റാൻ പോകുന്ന കാര്യങ്ങൾ അവിടേക്കൊന്നും ഒരിക്കലും പോകരുത്, ത്രെറ്റിലോട്ട് പോകരുത്. വീക്ക്നെസ്സുകൾ അവസാനമേ ആ ഒരു എക്സാം ഹാളിൽ വെച്ച് അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സാം ടൈം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പലർക്കും ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഹാളിലത്തെ പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു 75 മിനിറ്റിൽ പ്രോപ്പറായിട്ട് ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഹാൾ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ എന്തായാലും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതാണ്. അതിനുശേഷം 4ാമത്തെ കാര്യം കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഈ റിവിഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ പഠിച്ച കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് വെക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഈ കറണ്ട് അഫയേഴ്സിൽ പലരും വീഡിയോസൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ PSC ബുള്ളറ്റിൽ നിന്നൊക്കെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ 2 പാർട്ടൊക്കെ ആയിട്ടാണ് PSC ബുള്ളറ്റിൻ മന്ത്ലി വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ PSC ബുള്ളറ്റിനൊക്കെ ടെലിഗ്രാം ചാനൽസിൽ നിന്നും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വീക്ക്ലി ഒരു 2 മാസത്തെ PSC ബുള്ളറ്റിൻ വെച്ച് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 3 മാസത്തെ, ഇപ്പോൾ 2 ദിവസം കൂടുമ്പോൾ ഒരു PSC ബുള്ളറ്റിനത്തെ ഒരു 3-4 പേജ് കവർ ചെയ്യും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 4 ആഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ PSC ബുള്ളറ്റിനും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റും. നിങ്ങൾ വെറുതെ ഒരു വീഡിയോ പോയി കണ്ട് വെറുതെ എങ്ങനെയൊക്കെയോ കറണ്ട് അഫയേഴ്സ് നിങ്ങളുടെ ചെവി കൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും വിട്ടുപോകും. ചിലപ്പോൾ അവരുടെ നോട്ട് കിട്ടിയ പോലെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കില്ല. നിങ്ങളായിട്ട് വായിക്കുമ്പോൾ, നിങ്ങളായിട്ട് ശേഖരിക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണലോ ഹോം മേക്കറോ ആണെങ്കിൽ ഒരു സാറ്റർഡേയോ സൺഡേയോ മാത്രം ഇതിനായിട്ട് സ്പെൻഡ് ചെയ്താൽ മതി. വലിയ സമയമൊന്നുമില്ല. PSC ബുള്ളറ്റിൽ ഒരു 3-4 പേജാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആയിട്ട് അവർ പറയുന്നുള്ളൂ. അത് മാത്രം നോക്കി പോയാൽ മതി. നിങ്ങൾ അത്യാവശ്യം വെൽ ഇൻഫോംഡ് ആണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാനും പറ്റും. അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിലത്തെ വലിയൊരു കാര്യം കഴിയും. പിന്നെ നിങ്ങൾക്ക് PYQ നോക്കുമ്പോൾ തന്നെ അറിയാം കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ഏതൊക്കെയാണ്. ചിലപ്പോൾ നോബൽ പ്രൈസ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഇവൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അവാർഡ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഫോക്കസ് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ PYQൻ്റെ കൂടെ ഈ ഒരു CA നോക്കുമ്പോൾ PYQ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു സൈക്കിൾ ഓഫ് PYQ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ CA നോക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് മാറും. ഇത് നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ഹോം മേക്കർ ആണെങ്കിൽ വീക്കെൻഡ്സിലോട്ട് മാറ്റി വയ്ക്കുക. നിങ്ങളുടെ മറ്റ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് ടോപ്പിക് എടുക്കുന്ന രീതിയിൽ കറണ്ട് അഫയേഴ്സിലോട്ട് പോവുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു 3-4 മണിക്കൂർ ഡെയിലി ഇടുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താവുന്ന കാര്യങ്ങളാണ്. ഏറ്റവും അവസാനത്തതും ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള പോയിന്റ് ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നുള്ളതാണ്. നിങ്ങളോട് ഞാൻ ഈ പരീക്ഷയെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ എന്നുള്ളത് ഡിഗ്രി ലെവൽ മെയിൻസ് എഴുതാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു 4.78 ലക്ഷം ആൾക്കാരൊക്കെ ഒരു പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ പലരും സീരിയസ് ആസ്പിറൻസ് അല്ല. ഈവൻ ഒരു മാസം പോയിട്ട് ഒരാഴ്ച പോലും പ്രിപ്പയർ ചെയ്യാതെ വരുന്ന എത്രയോ പേരുണ്ട്. പ്രത്യേകിച്ച് പ്രിലിംസ് എക്സാമിന്. പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞാൽ മെയിൻസിനെ കുറിച്ച് ചിന്തിക്കാം, അപ്പോൾ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ച് വരുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ സീരിയസ് അല്ലാത്തവരെ, ഇതിനെക്കുറിച്ച് ഒന്നും നോക്കാത്തവരെ മാറ്റി നിർത്താൻ വേണ്ടി സീരിയസ് ആയിട്ടുള്ളവർ മാത്രമേ മെയിൻസ് എഴുതുന്നുള്ളൂ, അവരുടെ പേപ്പർ മാത്രമേ ചെക്ക് ചെയ്യേണ്ടൂ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ 4.78 ലക്ഷം പേർക്ക് നടത്തുന്നത്. ഒരു 37,000 പേരോ അല്ലെങ്കിൽ കട്ട് ഓഫ് കൂടുമ്പോൾ ഒരു 25,000 പേരൊക്കെ ഇതിന് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ആ 25,000 പേരിൽ പോലും ചിലർ മാത്രമേ ഇതിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇതിൽ ഏറിയ ഭാഗവും ക്വാളിഫൈ ചെയ്യാതെ പോകുന്ന പേടി കൂടിയിട്ടാണ്, സ്ട്രെസ്സ് കൂടിയിട്ടാണ്. ഈ ഒരു മാസം തന്നെ കുറേ നാളായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ തന്നെ സ്ട്രെസ്സ് കാരണം അവരുടെ പ്രിപ്പറേഷൻ മൊത്തത്തിൽ തൊലച്ച് കളയും. ആ ഒരു സമയത്ത് നിങ്ങൾ പേടിയില്ലാതെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, പേടിയില്ലാതെ ആ പരീക്ഷ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ആ ഒരു സ്ട്രെസ് ഇല്ലാതാക്കുന്നു, നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുന്നു എന്നുള്ളത് തന്നെ നിങ്ങൾ ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാനുള്ള
ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ എന്തു പഠിച്ചു എന്നുള്ളതിൽ വിശ്വസിക്കുക. ഈ ഒരു മാസം ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷമെങ്കിലും നിങ്ങളുടെ 100% ഇടുക. അത്രയും മാത്രം മതി. ആ 100% ഇട്ടു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കിന് വാല്യൂ കൊടുക്കുക. പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, റിസൾട്ടിനാണ് എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കണത്. ഞാൻ ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്ലിയർ ചെയ്തോ ഇല്ലയോ, അത് ചക്കടിച്ചിട്ടാണോ അല്ലാതെയാണോ എന്ന് ആരും നോക്കണില്ല. പക്ഷേ ഈ വർക്കിന് എന്തുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല? നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും ആ ഒരു സമയത്ത് എന്തെങ്കിലും നിർഭാഗ്യം കൊണ്ട് അത് പോണെങ്കിൽ പൊക്കോട്ടെ. നിങ്ങളിപ്പോൾ വർക്കിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ പണിയെടുത്തോ ഇല്ലയോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ബാക്കി റിസൾട്ട് എന്താണെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ ഒരു പീരീഡ് ആകുമ്പോഴേക്കും നിങ്ങൾ കുറേ അധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാസം പ്രിപ്പയർ ചെയ്യുമ്പോഴും എക്സാം ഹാളിലും ഫുൾ കോൺഫിഡൻസോട് കൂടി ഇരിക്കുക. ഇപ്പോൾ പല ക്രിയേറ്റേഴ്സും കോച്ചിങ് ക്ലാസ്സുകാരൊക്കെ ഇത് പഠിച്ചില്ലെങ്കിൽ ക്ലിയർ ആവില്ല, മറ്റേത് പഠിച്ചില്ലെങ്കിൽ ക്ലിയർ ആവില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടും. നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുവാണെങ്കിൽ അതൊന്നും പോയി നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിക്കുക. കോച്ചിങ് ക്ലാസ്സുകാരുടെ കാര്യത്തിൽ അവരുടെ ഇടയിലും കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞാലേ നിങ്ങൾ അവരുടെ വീഡിയോ പോയി കാണുള്ളൂ. ആ വീഡിയോ കണ്ടാലേ അവർക്കൊരു ഫ്രീ അഡ്വർടൈസ്മെൻറ്റ് കിട്ടുള്ളൂ. ആ ഫ്രീ അഡ്വർടൈസ്മെൻറ്റ് വഴി നിങ്ങൾ അവരുടെ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുള്ളൂ എന്നൊക്കെ അവർക്കറിയാം. പിന്നെ ലിമിറ്റഡ് റിസോഴ്സസ് എന്നുള്ളതിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുക. പല കോച്ചിങ് ക്ലാസ്സുകാരും ചില കാര്യങ്ങൾക്ക് 100 പേജും അതിൽ കൂടുതലും ആവശ്യമില്ലാത്ത അത്രയും റിസോഴ്സസ് തരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർ ഭയങ്കര റിച്ച് റിസോഴ്സസ് ആണ് തരുന്നത്. പക്ഷേ അത്രയും കാര്യങ്ങൾ തരുമ്പോൾ നിങ്ങളൊക്കെ തന്നെ അത് പഠിക്കണം. അപ്പോൾ നിങ്ങൾ കുറേ ലോഡ് തലയിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷാ കാലം നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമായിരിക്കും. കോച്ചിങ് ക്ലാസ്സുകാർ പലപ്പോഴും അത് തരുന്നത് അത്രയും കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ അതിലത്തെ ഏതെങ്കിലും ഒരു പേജിൽ നിന്ന് ഒരു സെൻറ്റൻസിൽ നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് പറയാം ഈ പരീക്ഷയ്ക്ക് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഞങ്ങൾ തന്ന മെറ്റീരിയൽസിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ അത്രയും നോക്കിയിട്ട് കുറച്ച് മാർക്ക് കിട്ടിയിട്ട് ഗുണമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വളരെ പിക്കി ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് തോന്നുന്ന കാര്യങ്ങൾ മാത്രം കവർ ചെയ്യാൻ ശ്രമിക്കുക. കോച്ചിങ് ക്ലാസ്സുകാർ തരുന്ന ഓരോ ഓഫേഴ്സിൻ്റെ മുന്നിൽ നിങ്ങൾ വീഴാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പേടിയെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയുക. കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഡെയിലി നിങ്ങൾ ഒരു വർക്കിംഗ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിലും ഒരു ഹോം മേക്കർ ആണെങ്കിലും ഒരു 3-4 മണിക്കൂർ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസ് എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും. മെയിൻസിനാണ് പിന്നെയും കോമ്പറ്റീഷൻ വരുള്ളൂ. അത് നിങ്ങൾക്ക് പ്രിലിംസ് കഴിഞ്ഞിട്ട് ചിന്തിക്കാനുള്ള സമയമുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പ്രിലിംസിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ആ പ്രിലിംസ് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വിജയിക്കാനുള്ള എല്ലാവിധ ക്വാളിറ്റിയും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് അതിനുള്ളൊരു സീരിയസ്നെസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോൻ്റെ ഇവിടം വരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സീരിയസ്നെസ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു പോയിന്റിലോ രണ്ടാമത്തെ പോയിന്റിലോ നിങ്ങൾക്ക് നിർത്തിപ്പോവായിരുന്നു. നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇവിടം വരെ ഇരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.